ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാം ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നതാണ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയുടെ ബേസ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് നോക്കൂ, ബേസ് തിയറം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കുക, കണ്ടീഷണൽ പ്രോബബിലിറ്റി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അതായത് ഈ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ മാത്രമാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇതെന്താണ്, ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഓരോ ടേംസ് എന്താണ് മീൻ ചെയ്യുന്നത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടേം എന്ന് പറയുന്നത് പി ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് എ ഗിവൺ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാദ്യം പറയാം. ഫൈൻഡിങ് ഔട്ട് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈൻഡിങ് ഔട്ട് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ, അതായത് പ്രോബബിലിറ്റി ഓഫ് എയുടെ പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്ത് തന്നിട്ടുണ്ട്, ഗീവൺ ദാറ്റ് ഇവൻ്റ് ബി ഹാസ് ഓൾറെഡി അക്കേർഡ് എന്ന് പറഞ്ഞാൽ ബി ഓൾറെഡി അക്കേർഡ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പ്യുവർ എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്ത് കണ്ടീഷനാണ് അവിടെ പറയുന്നത്, ബി ഹാസ് ഓൾറെഡി അക്കേർഡ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിരുന്ന പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പി ഓഫ് ബി എന്നുള്ള ഇതാണ്, അതായത് പ്യുവർ പ്രോബബിലിറ്റിയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ അവിടെ വരും. ഇവിടുത്തെ എന്താണ് കണ്ടീഷൻ, എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ കണ്ടുപിടിക്കണമെങ്കിൽ ബി ഗിവൺ ദാറ്റ് ബി ഹാസ് ഓൾറെഡി അക്കേർഡ്, ബി ഓൾറെഡി അക്കേർഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി അഥവാ എ ആൻഡ് ബി എന്നും വായിക്കാം, ഡിവൈഡഡ് ബൈ പി ഓഫ് ബി, പി ഓഫ് പ്യുവർ ബിയുടെ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി, പ്യുവർ ബിയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ വെൻ ഡയഗ്രത്തിലേ നോക്കാം. അപ്പോൾ അതിൻ്റെ വെൻ ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ്, ഒരു യൂണിവേഴ്സൽ സെറ്റ്. ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ അകത്ത് നമുക്ക് ഈവൻ്റ് എയും കാണാം, ഈവൻ്റ് ബിയും കാണാം. അതുപോലെ തന്നെ രണ്ടും കൂടെ ഇൻ്റർസെക്ഷൻ ആൻഡ് എ ആൻഡ് ബി എന്നുള്ള ഭാഗവും നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്, ഈ ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വെൻ ഡയഗ്രം ഒന്ന് നോക്കാം. അതായത് ഈവൻ്റ് എയും ഈവൻ്റ് ബിയും അടങ്ങുന്ന ഒരു സാമ്പിൾ സ്പേസ് ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എത്രയാണ്, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റാണ് ഇവിടുത്തെ സാമ്പിൾ സ്പേസ്. അതായത് ഞാനിവിടെ റെഡ് ഇങ്ക് കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എല്ലാം എന്താണ്, അതിൻ്റെ സാമ്പിൾ സ്പേസ്. എയും ബിയും, എ ഇൻ്റർസെക്ഷൻ ബിയും, പിന്നെ അതിന് പുറത്തുള്ള എല്ലാം കൂടെ അടങ്ങുന്നതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. ഇതായിരുന്നു അവിടുത്തെ സാമ്പിൾ സ്പേസ്. പക്ഷേ ഇപ്പോൾ എന്താണ് കണ്ടീഷൻ, അതായത് ഈവൻ്റ് ബി ഹാസ് ഓൾറെഡി അക്കേർഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ എന്താണ് വരുന്നത്, നമുക്ക് രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കാം. രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുമ്പോൾ ബി ഓൾറെഡി അക്കേർഡ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു സാമ്പിൾ സ്പേസ് എന്തിലേക്ക് ചുരുങ്ങുകയാണ്, ബി, ഈവൻ്റ് ബിയിലേക്ക് ചുരുങ്ങുകയാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഇത്രയും വലിയ ഒരു സാമ്പിൾ സ്പേസ് ഇപ്പോൾ ഈവൻ്റ് ബി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എ, ഫൈൻഡിങ് ഔട്ട് ദ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ദാറ്റ് ഈവൻ്റ് ബി ഹാസ് ഓൾറെഡി അക്കേർഡ്. ഈവൻ്റ് ബി ഓൾറെഡി അക്കേർഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് ഈവൻ്റ് ബി ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സാമ്പിൾ സ്പേസ് ബി എന്നുള്ളൊരു ഈവൻറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈവൻ്റ് എയുടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഈവൻ്റ് എ നമ്മുടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സാമ്പിൾ സ്പേസിൻ്റെ അകത്ത് എവിടെയാണ് വന്നിരിക്കുന്നത്, അവിടെ എ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും കൂടെ കടന്ന് കിടക്കുന്ന ആ ഭാഗത്തു നിന്നുള്ള എയുടെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള സെക്ഷനിൽ മാത്രമാണ് അവിടെ എ കയറിയിരിക്കുന്നത്. ബി എന്നുള്ള സാമ്പിൾ സ്പേസിൽ എ എന്നതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ കണ്ടീഷൻ പ്രോബബിലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യം എന്താണെന്ന് മനസ്സിലായല്ലോ, ബി എന്നുള്ള ഈവൻറ്റിൽ എ എന്നുള്ള ഈവൻ്റ് എത്രമാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷനും വെൻ ഡയഗ്രാമും പിന്നെ സാമ്പിൾ സ്പേസ് ചുരുങ്ങിയ ഒരു ഈവൻറ്റിലേക്ക് മാറി എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം.
എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 100 അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. 100 കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. ആ 100 കുട്ടികളുള്ള ക്ലാസ്സിൽ നിന്ന് 60 പേർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, ചായ കുടിക്കും. അതിൽ 30 പേർ എന്ത് ചെയ്യും, കോഫി കുടിക്കും. ഓക്കെ, 60 പേർ ചായ കുടിക്കും, 30 പേർ കോഫി കുടിക്കും. ഇനി എ ഇൻ്റർസെക്ഷൻ ബി, ചായയും കോഫിയും കുടിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ട്, 10 പേർ. 30 പേർ കോഫി കുടിക്കും. ഇനി എ ഇൻ്റർസെക്ഷൻ ബി, ചായയും കോഫിയും കുടിക്കുന്നവർ എത്ര പേരുണ്ട്, 10 പേരുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടീഷൻ വെച്ച് അവിടുത്തെ പ്രോബബിലിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. പി ഓഫ് ബി, അതായത് പ്യുവർ ബിയുടെ പ്രോബബിലിറ്റി എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്യുവർ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 30 എന്നറിയാം. 30 ഡിവൈഡഡ് ബൈ 100, അതായത് 30 ഡിവൈഡ് ബൈ 100 എത്രയാണ് കിട്ടുന്നത്, 0.3 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്, 10. ചായയും കോഫിയും കുടിക്കുന്നവർ എത്ര പേരുണ്ട്, 10 പേരുണ്ട്. അവരുടെ പ്രോബബിലിറ്റി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്കം ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസ് ഇവിടെ 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 0.1. ഇനി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ബി ആണ് ഒക്വർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് എ ഗീവൺ ബി എന്ന് നമുക്കതിനെ വായിക്കാം. അല്ലാതെ നമ്മുടെ ഡെഫിനിഷൻ കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കതിൽ മനസ്സിലാവും. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഫൈൻഡിങ് ഔട്ട് ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ഗീവൺ ദാറ്റ് ഈവൻറ്റ് ബി ഹാസ് ഓൾറെഡി അക്കേർഡ്. അപ്പോൾ ഈവൻറ്റ് ബി ഓൾറെഡി അക്കേർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഈക്വേഷൻ നമ്മൾ അവിടെ എടുത്ത് എഴുതി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ഈക്വൽ ടു എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചത്, 0.1 കണ്ടുപിടിച്ചു, അതെടുത്ത് എഴുതി. ഇനി 0.3 അതെടുത്ത് എഴുതി. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 0.3. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നും അത് നമുക്ക് വ്യക്തമായി വെൻ ഡയഗ്രത്തിലൂടെ മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.